ഹാദിയക്കെതിരായ കോടതി വിധി, ഹൈക്കോടതിക്ക് മുമ്പിൽ നടന്നിട്ടുള്ള സമരം, കശാപ്പ് നിരോധനം തുടങ്ങിയ ആനുകാലിക വിഷയങ്ങളിൽ ചിന്തകനും എഴുത്തുകാരനും തേജസ് ദിനപത്രം മാനേജിംഗ് എഡിറ്ററും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ നിർവാഹക സമിതി അംഗവുമായ പ്രൊഫസർ പി കോയ പ്രതികരിക്കുന്നു. താങ്കളുടെ ആളുകൾ കുടുംബത്തിൽ പിറന്ന കുട്ടികളെ മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് മതപരിവർത്തനം നടത്തുന്നത്? അത് മറ്റുള്ള മതങ്ങൾ തമ്മിൽ വിദ്വേഷം വളരാൻ കാരണമാവില്ലേ? ഒന്നാമത് ആ ചോദ്യത്തിൽ തന്നെ ഒരു പിഴവുണ്ട്. എൻ്റെ സംഘടന എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതപരിവർത്തനം നടത്തുന്ന ഒരു സംഘടനയല്ല. പിന്നെ രണ്ടാമത്തത്, ലോകത്ത് എല്ലാ പ്രദേശങ്ങളിലും ജനാധിപത്യ സമൂഹങ്ങളിലും ജനാധിപത്യമില്ലാത്ത സമൂഹങ്ങളിലുമൊക്കെ പിന്നെ മതം മാറ്റവും മതപരിവർത്തനവും മതപ്രബോധനവും ഒക്കെ നടക്കുന്നുണ്ട്. മതവുമായിട്ട് ബന്ധമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുകയും അവരതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന സംഭവങ്ങളും നടക്കുന്നുണ്ട്. അത് മനുഷ്യൻ എന്ന നിലയ്ക്ക് മനുഷ്യന് താൻ പിന്തുടർന്നു പോരുന്ന ജീവിത രീതി ഉപേക്ഷിച്ച് മറ്റൊരു ജീവിത രീതി സ്വീകരിക്കാനും പിന്നെ താൻ പിന്തുടർന്നു പോകുന്ന വിശ്വാസ ആദർശങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അത് ഭൗതികവും മതപരവുമായ പ്രത്യയശാസ്ത്രങ്ങളായിരിക്കും. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ പ്രത്യയശാസ്ത്രം സ്വീകരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യന് എന്ന് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടോ അന്ന് തൊട്ട് അവന് അനുഭവിച്ചു വരുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന അവകാശങ്ങളുടെ ഭാഗമാണത്. അത് നടക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായും പിന്നെ ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ മതം മാറുന്ന അവസരത്തിൽ ആ കുടുംബ പശ്ചാത്തലത്തിൻ്റെ സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ സമചിത്തയോടുകൂടി നേരിടുക എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്ന ഒരാൾ കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. കുടുംബങ്ങളായിട്ട് കൂടുതൽ സൗഹൃദം പുലർത്തുകയാണ് വേണ്ടത്. അതേപോലെയുള്ള ഒരു സമീപനം മൊത്തത്തിലുണ്ടായാൽ, ഒരു ടോളറൻ്റായ ഒരു അപ്രോച്ച് ഉണ്ടായാൽ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹാദിയയുടെ കോടതി വിധിയിലെ നീതി നിഷേധം മുസ്ലിം സംഘടനകൾ മാത്രമല്ല പൊതുസമൂഹത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. SDPI പോപ്പുലർ ഫ്രണ്ട് സംഘടനകളുടെ നേതൃത്വത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഹൈക്കോടതി വളപ്പിൽ മാർച്ച് നടത്തിയിട്ടുള്ളത്? പോലീസ് വാഹനങ്ങൾക്ക് മുകളിൽ കയറിയിട്ട് പ്രസംഗിക്കുന്നു, വീരവാദങ്ങൾ മുഴക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? ഇത് ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടിയിട്ടല്ലേ, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടല്ലേ ഇത്തരം മാർച്ച് നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്? ഒരു ജനാധിപത്യ സമൂഹത്തിൽ കോടതി വിധി വരുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. കോടതിയിൽ അതിൻ്റെ മേൽക്കോടതികളിൽ ഹർജി കൊടുക്കുക, അപ്പീൽ കൊടുക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. രണ്ടാമത്തത്, അതിനെതിരായുള്ള ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനും പ്രകടനം നടത്താനും മാർച്ച് നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ സമൂഹത്തിലുണ്ട്. കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് കോടതികളെ മറ്റ് നിലക്ക് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ ന്യായാധിപന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരവസരത്തിലാണ് കോടതി അലക്ഷ്യം ഉണ്ടാകുന്നത്. കോടതി അലക്ഷ്യം എന്ന് പറയുന്ന നിയമത്തിന് തന്നെ പ്രസക്തിയുണ്ടോ എന്നുള്ള ചർച്ച ലോകത്തിൻ്റെ പല ജനാധിപത്യ സമൂഹങ്ങളിലും നടക്കുന്നുണ്ട് താനും. ഈ വിഷയത്തിൽ പിന്നെ ഇതിൻ്റെ ഹാദിയ കേസിൽ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ വിവേചനമുള്ള വിധിയാണ് വന്നിരിക്കുന്നത് എന്ന് എല്ലാവരും സമ്മതിക്കേണ്ടത്. ഒന്ന്, 23 വയസ്സായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള BHMS ബിരുദമുള്ള പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു യുവതി ആദ്യം കോടതി ചെയ്തിരിക്കുന്നത് യുവതിയെ ഒരു ഹോസ്റ്റലിൽ മറ്റാരുമായിട്ട് ബന്ധമില്ലാതെ ഒരു തരം വീട്ടുതടങ്കലിൽ താമസിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതൊരു ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് ഉണ്ടാവുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ പ്രൊഡ്യൂസ് ദ ബോഡി എന്നുള്ളതിൻ്റെ ലാറ്റിൻ ഭാഷയിലുള്ള പ്രയോഗമാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഒരാൾ കാണുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കൊടുത്താൽ പോലീസ് അവരെ കണ്ടുപിടിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയിട്ട് കോടതി അവരോട് ചോദിക്കും, അവസ്ഥകളൊക്കെ ചോദിക്കും. പിന്നെ സാധാരണഗതിയിൽ കോടതി അവരെ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഹാദിയ കേസിൽ അത് ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് ഹാദിയയുടെ പിതാവ് അശോകൻ
ഈ ഈ യുവതി പിന്നെ സിറിയയിലേക്കും യമനിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന പുതിയ ഒരു അഫിഡവിറ്റുമായിട്ട് വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കോടതി അത് വീണ്ടും അന്വേഷിച്ചിട്ട് പിന്നെ വളരെ വിവേകത്തോടുകൂടി പെരുമാറുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ, ആ സിറ്റിസണോട് കൂടുതൽ അന്വേഷിച്ചിട്ട് വെറുതെ വിടുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം കോടതി ചെയ്തിരിക്കുന്നത് രണ്ട് തെറ്റെന്ന് തോന്നുന്ന വിധികൾ കോടതി പിന്നെ പുറപ്പെടുവിച്ചു. ഒന്ന്, ആ യുവതിയുടെ വിവാഹം റദ്ദാക്കി എന്ന് പറഞ്ഞാൽ വളരെ ഔദ്യോഗികമായി അംഗീകാരം ലഭിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു വിവാഹമാണ്, ഒരു നിക്കാഹാണ് ആ യുവതിയുടെ കാര്യത്തിൽ നടന്നത്. അതിന് സാക്ഷികളുണ്ടായിരുന്നു, അതിനെ പിന്നെ ഇത് ചെയ്തു കൊടുക്കുന്ന കാളി ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു വിവാഹം നടക്കുന്നു. ആ വിവാഹം കോടതി ഏകപക്ഷീയമായിട്ട് റദ്ദാക്കി. രണ്ടാമത്തത്, ആ വിവാഹം ശരിയല്ല എന്ന് കോടതി പറയുകയാണ് ചെയ്യുന്നത്. അത് എത്ര വിചിത്രമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും വിവാഹം എന്ന് പറയുന്ന ഒരു സിവിൽ സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു ചടങ്ങ് പോലും ഇല്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ കോടതി അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു സാഹചര്യത്തിൽ ഈ വിവാഹം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അത് റദ്ദാക്കുന്നു. ഇത് തീർത്തും വളരെ വിചിത്രമായൊരു വിധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തത്, പിന്നെ വളരെ സ്വതന്ത്രയായ ഒരു ഇന്ത്യൻ സിറ്റിസണെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആക്കണമെന്ന് പോലീസിനോട് നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് എന്നിട്ട് ബലമായി എന്ന് തന്നെ പറയാം, എന്നെ രക്ഷിക്കൂ എന്ന് ആദ്യം വിളിച്ചു പോകുന്നതിൻ്റെ വിഷ്വൽസൊക്കെ വന്നിട്ടുണ്ട്. പോലീസ് ഏതോ ഒരു തീവ്രവാദിയൊക്കെ കൊണ്ടുവന്നത് പോലെ ചങ്ങല കിട്ടില്ല എന്നുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളുള്ള രീതിയിൽ ആ വീട്ടിലാകുന്നിട്ട് പിന്നീട് അവിടെയൊക്കെ ബാക്കിയുള്ള ആളുകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു. 22 23 പോലീസുകാർ നിരന്തരമായിട്ട് കാവൽ നിൽക്കുന്നു, CCTV വെച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പിന്നെ വമ്പിച്ച ഒരു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഏർപ്പെടുന്ന അർത്ഥത്തിലുള്ള സുരക്ഷയുടെ കീഴിൽ ഒരു സ്ത്രീയെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് ജനകീയ വികാരം ഉണ്ടാവും, അത് പ്രകടിപ്പിക്കുകയും വേണം. പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വഴി മാർച്ച് നടത്തുക എന്നുള്ളതാണ്. അത് കേരളത്തിൽ തന്നെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈക്കോടതിയിലേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകർ മാർച്ച് നടത്തിയിട്ട് പിന്നെ അഭിഭാഷകരുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് തല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ മാധ്യമപ്രവർത്തകർ തന്നെ വഞ്ചിയൂർ കോടതിയിലേക്ക് പിന്നെ മാർച്ച് നടത്തിയിരുന്നു. അങ്ങനെ കോടതിയിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ളത് കൊണ്ട് മാത്രം തകർന്നു പോരുന്നൊരു നീതിന്യായ വ്യവസ്ഥയല്ല ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിലുള്ളത്. അതാണ് പിന്നെ അവിടെ നടന്ന മാർച്ചിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചേതോവികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, മുസ്ലിം ഏകോപന സമിതി എന്ന ഒരു ബാനറിലാണ് അത് നടന്നിരിക്കുന്നത്. മുസ്ലിം ഏകോപന സമിതി ഈ സംഭവം നടന്ന ഹാദിയ കേസ് നടന്ന ഉടനെ തന്നെ SDPIക്കാരും പോപ്പുലർമാരും കൂടി തട്ടിക്കൂട്ടി ഒന്നല്ല. അവിടെ ഒരു 5-8 കൊല്ലമായിട്ട് പെരുമ്പാവൂർ, ആലുവ ആ പ്രദേശങ്ങളിലൊക്കെ പല പിന്നെ മുസ്ലിങ്ങളുടേതും അല്ലാത്തവരുടെതുമായ പൗരാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുത്തിട്ട് അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അബ്ദുൽ നാസർ മദനിയുടെ കേസിന് വേണ്ടി പെരുമ്പാവൂരിൽ കുറച്ച് മുമ്പ് നടന്ന വമ്പിച്ച റാലി നടത്തിയിരുന്നു. അത് ഉപയോഗിച്ചു. അതിൽ പങ്കാളികളായിരുന്നതിൽ പോപ്പുലർ ഫ്രണ്ടുകാരും SDPക്കാരും ഉണ്ട്. അതിൻ്റെ രാഷ്ട്രീയ ലാഭം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നടക്കുന്ന എന്തിനും രാഷ്ട്രീയ ലാഭമുണ്ടെന്ന് ആരോപിക്കാം. അത് രാഷ്ട്രീയമായ നഷ്ടമുണ്ട് എന്ന് തോന്നുന്നവരുടെ തെറ്റായ ഒരു ആരോപണമാണ്. ഇത്തരം മാർച്ച് ഇരക്കെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കില്ലേ? ഈ വിഷയത്തിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുമ്പോൾ അത് ഇരകളോടൊപ്പം നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് കാലുമാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. അവർ കൂടുതൽ ശക്തിയായിട്ട് ഇരകളെ സഹായിക്കാനല്ലേ നിൽക്കണ്ടേ. പോപ്പുലർ ഫ്രണ്ടും അനുബന്ധ സംഘടനകൾക്കും സമൂഹത്തിൽ നേരിയ തോതിലുള്ള സ്വാധീനം മാത്രമേ ഉള്ളൂ. സമുദായത്തിൻ്റെ കുത്തക എന്തിന് നിങ്ങൾ അവകാശപ്പെടുന്നു? മുസ്ലിം ഏകോപന സമിതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്? അതിലുള്ള ആ ചോദ്യത്തിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ജനപിന്തുണയുള്ള ഒരു സംഘടനയല്ല പോപ്പുലറിൻ്റെ SDPI ഒക്കെ. കേരളത്തിൽ ഗണ്യമായ അർത്ഥത്തിൽ പിന്നെ കേരളീയരുടെ പിന്തുണയുള്ള 2 പ്രസ്ഥാനങ്ങളാണ് പോപ്പുലറിൻ്റെ SDPIയും. പിന്നെ ഈ ഒന്നിപ്പം നിങ്ങൾ മുസ്ലിം ഏകോപന സമിതിയെ പറ്റിയായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അതൊക്കെ സാധാരണ നിലയ്ക്ക് ഏത് ഇഷ്യൂ ഉണ്ടാകുമ്പം കേരളത്തിലുള്ള സംഘടനകൾ പിന്നെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുന്ന അനുഭവം നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ഐക്യവേദി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം തന്നെ ഈ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് എല്ലാ നോമ്പ് വരുന്ന അവസരത്തിലും മുസ്ലിം ഐക്യവേദി വരാറില്ലേ. അഖിലേന്ത്യാ തലത്തിലാണെങ്കിൽ ശരീഅത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഉണ്ട്. അതിൽ പല സംഘടനകളും പിന്നെ അംഗങ്ങളായിട്ടുണ്ട്. അതേപോലെ ബാബരി മസ്ജിദിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് സമിതികൾ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ മുസ്ലിം മജ്ലിസെ മുഷാവറ എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള മുഷാവറ നടത്താൻ വേണ്ടിയുള്ള ഐക്യവേദികൾ ഉണ്ടാകുന്നുണ്ട്. ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐക്യവേദികൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒരു ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ട്
ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടുകൂടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യങ്ങൾ മറ്റ് ജനതയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന വിഷയമൊന്നും അതിലില്ല. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് പിന്നെ ഇപ്പോൾ പൗരാവകാശ സമിതി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയുള്ളൂ. അതിലൊന്നും വല്ലാതെ പരിഭ്രാന്ത ചിത്രമാകേണ്ട ആവശ്യമില്ല കേരളീയ സമൂഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനത്ത് വിവേകപൂർവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾക്ക് എതിരെ വൈകാരികമായ ഒരു മുന്നേറ്റമാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത്. ഇതിൽ ഒരു പ്രധാന പ്രശ്നം ഈ വികാരം വിവേകം എന്ന് പറഞ്ഞൊരു ബൈനറി ഉണ്ടല്ലോ, അത് ഒരു നിർമ്മിതിയാണ്. യാഥാർത്ഥ്യമായിട്ടോ ജീവിത സാഹചര്യങ്ങളായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു 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 പ്രയോഗമാണ്. കാരണം മനുഷ്യന് വിവേകവും ഉണ്ട്, മനുഷ്യന് വികാരവും ഉണ്ടാവും. മനുഷ്യന് അടിസ്ഥാനപരമായ മിക്കവാറും എല്ലാ കാര്യങ്ങളും വൈകാരികമാണ് എന്ന് തന്നെ പറയാം. അതിൽ ചില ആളുകൾ ഞങ്ങൾ വിവേകത്തിൻ്റെ കുത്തകാവകാശം മൊണോപ്പൊളി ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന വേറെ സൂത്രം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അവരുടേതായ വിഷയം വരുമ്പോൾ, അവരുടേതായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പലപ്പോഴും പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്നത് പോലെയുള്ള അല്ലെങ്കിൽ SDPI ചെയ്യുന്നത് പോലെയുള്ള പ്രതികരിക്കാറുണ്ട്. SDPIയും പോപ്പുലർ ഫ്രണ്ടും വൈകാരിക ഉദ്ദീപനം നടത്തിയിട്ട് ജനപിന്തുണ ആർജിച്ചെടുക്കുന്ന സംഘടനകളല്ല. അവർ ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ശക്തിയായിട്ട് അവർ വെക്കുന്നു. അത് പിന്നെ അതിന് ഇഷ്ടമില്ലാത്ത ആളുകൾ അത് വൈകാരികമാണ് എന്ന് പറയും. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. 1992 മുമ്പ് ബാബരി മസ്ജിദിനെതിരായിട്ട് വമ്പിച്ച പ്രക്ഷോഭം, വമ്പിച്ച പരിപാടികൾ സംഘപരിവാരം നടത്തുന്ന അവസരത്തിൽ അതിനോട് തെരുവിലിറങ്ങി പ്രതികരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അവസാനം തെരുവിലിറങ്ങാൻ നിർബന്ധിതരായിട്ടുള്ള സംഘടനകൾ നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇന്നതാണ് വിവേകം, ഇന്നതാണ് വികാരം എന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള സുനഹദോസുകളൊന്നും മുസ്ലിങ്ങൾക്കായിട്ട് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നില്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വികാരത്തോടു കൂടിയും വിവേകത്തോടു കൂടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നേ ഉള്ളൂ. മനുഷ്യൻ ഇത് രണ്ടുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പത്രപ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും പറയുന്ന സംഗതിയാണ്, പോപ്പുലർ ഫ്രണ്ട് സായുധ സമരത്തെ അംഗീകരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ? 1990കളുടെ ആദ്യത്തിൽ 80കളുടെ അവസാനത്തിലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ വളരെ ശക്തിയായ മുന്നേറ്റം ഉണ്ടായപ്പം അത് തടയുന്നതിന് വളരെ ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് രൂപം കൊള്ളുന്നതാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്, പിന്നീട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിലെ നിയമവിധേയമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രതിരോധ രീതികളും ഈ നാട്ടിലെ പൗരന്മാർക്ക് പ്രയോഗത്തിൽ വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആയുധ പരിശീലനം നടത്തുകയോ അല്ലെങ്കിൽ സായുധ സമരത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. 25 കൊല്ലത്തെ ഈ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കെതിരായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു മിലിറ്ററി ട്രെയിനിങ് നടത്തിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാരോപണം ഇതുവരെയും വന്നിട്ടില്ല. ആകെക്കൂടി ഉണ്ടായിരുന്നത് നാറാത്ത് കുട്ടികൾ കായിക പരിശീലനം നടത്തുന്ന അവസരത്തിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. നാറാത്ത് ആ കുട്ടികളൊക്കെ അറസ്റ്റ് ചെയ്യാനോ അവരെ ജയിലിലിടാനോ ഒക്കെ ഉള്ളതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സൈനികമായുള്ള അല്ലെങ്കിൽ സായുധമായിട്ടുള്ള ഒരു പ്രതിരോധത്തെക്കുറിച്ച് NDF മുമ്പ് പറഞ്ഞിട്ടില്ല, പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ പറയുന്നില്ല. രൂപപരിണാമത്തിന് വിധേയമായ സംഘടനയാണോ SDPIയും പോപ്പുലർ ഫ്രണ്ടും? നിങ്ങൾ തുടങ്ങിയ സമയത്ത് NDF, പിന്നീട് പോപ്പുലർ ഫ്രണ്ട്, പിന്നീട് SDPI. ഉദാഹരണത്തിന് ISS വന്നു, അതിനുശേഷം PDP വന്നു, അതിനുശേഷം മുസ്ലിം ദളിത് ഐക്യം എന്നുള്ള രീതിയിൽ സംഘടനകൾ വന്നു. അതായത് ഒരു അതിതീവ്രവാദ ലൈനിൽ നിന്ന് തുടങ്ങി ഒരു മിതവാദ ലൈനിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു രീതിയാണ്, ഒരു രൂപപരിണാമമാണോ നിങ്ങളുടെ സംഘടനക്ക് സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു രൂപപരിണാമം ഉണ്ടായില്ല. പേരിലൊരു പരിണാമം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിരുന്നു. NDF എന്നുള്ളത് കേരളത്തിൽ മാത്രമുള്ളൊരു സംഘടനയായിരുന്നു. പക്ഷേ NDFൻ്റെ ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ മറ്റ് സമാന്തരമായിട്ട് സംഘടനകൾ ഉയർന്നു വന്നു. ഗോവയിലും അതേപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉയർന്നു വന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഈ സംഘടനകളെല്ലാം കൂടി ചേർത്തിയിട്ട് പുതിയൊരു യൂണിയൻ, പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൻ്റെ ചെന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വരുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ NDFൽ നിന്ന് NDF വളരെ തീവ്രവാദപരമായിട്ട് പ്രവർത്തിച്ച് പിന്നീട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞങ്ങൾ മറ്റു ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അതിൻ്റെ വളർച്ച
പിന്നെ വളർച്ച അതിൻ്റെ സന്ദേശം, അതിൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതനുസരിച്ച് ഓരോ പ്രദേശങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള പിന്നെ നയപരമായ മാറ്റങ്ങളുണ്ടാവും എന്നുള്ളതിൽ കവിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനപരമായി എങ്ങനെയാണോ എന്തിനു വേണ്ടിയാണോ NDF നിലവിൽ വന്നത് അതേ ആശയം തന്നെ ചിലപ്പോൾ അതിനേക്കാളും ശക്തമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അന്നില്ലാത്ത ചില പ്രവർത്തനങ്ങൾ നമ്മൾ ഉദാഹരണത്തിന് ഈ സാമൂഹ്യ വികസനത്തിന്, പിന്നെ വിദ്യാഭ്യാസ വികസനത്തിന്, അതേപോലെയുള്ള നിയമപരമായുള്ള വിദ്യാഭ്യാസം നൽകുന്ന അങ്ങനെ പല മേഖലയിലേക്കും വികസിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അത് ISSഉം PDP ആയിട്ട് താരതമ്യം ചെയ്യാനും പാടില്ല. ഞങ്ങൾ ആ രീതിയിലുള്ള സംഘടനകളായിട്ട് വന്നതല്ല. NDF വന്നത് വളരെ ആലോചിച്ച് സുചിന്തിതമായി ഇന്ത്യയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പശ്ചാത്തലം എന്താണെന്ന് അപഗ്രഥനം ചെയ്തിട്ട് അതിനെ ഏതർത്ഥത്തിലാണ് ഹിന്ദുത്വ ഫാഷിസത്തെ നേരിടുന്നതിന് പിന്നെ ആളുകൾ കൂട്ടായ്മകൾ ഉണ്ടാക്കണം എന്നാലോചിച്ച് വളരെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിവേകത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് അന്ന് NDF. ആ രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDP-യുടെയൊക്കെ മുദ്രാവാക്യമായി കേൾക്കാറുള്ളത് ഫാസിസത്തിനെതിരെ ഒന്നിക്കൂ എന്നുള്ള രീതിയിലാണ്. എന്നാൽ സോഷ്യൽ മീഡിയ ഒക്കെ നിരീക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികമായി വളരെ തെറി വിളിക്കുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലുള്ള ചില വാക്കുകൾ നിങ്ങളുടെ പ്രവർത്തകന്മാരിൽ നിന്നും ഉണ്ടാകുന്നു. അത് യഥാർത്ഥത്തിൽ സംഘടനാ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ? അത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ഒരു വിചിത്രമായ ലോകമാണ്. അവിടെ ആളുകൾ എന്തോ ഒരു മറവിലിരുന്ന് സംസാരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെ ചീത്തയായ പ്രയോഗങ്ങൾ, വളരെ പ്രകോപനപരമായുള്ള പരിഹാസമൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയയുടെ ഈ സ്വാധീനം വർദ്ധിക്കുന്നതനുസരിച്ച് അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെ SDP-യുടെ ആളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേകമായ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായ്മയോ ഒന്നുമല്ല അതിൻ്റെ കാരണം. അത് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകമായ ക്യാരക്ടറാണ്. തങ്ങൾ സ്വകാര്യമായിട്ട് പറയുകയാണെന്നുള്ള തെറ്റിദ്ധാരണ വെച്ചിട്ട് ആളുകൾ ചീത്തയായ പ്രയോഗങ്ങൾ നേർക്കുനേരെ കണ്ടാൽ പ്രയോഗിക്കാൻ മടിക്കുന്ന പലപ്പോഴും രൂക്ഷമായുള്ള പരാമർശങ്ങൾ, പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രവർത്തകർക്ക് പിന്നെ ഉദാഹരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന അവസരത്തിൽ പ്രവർത്തകർ കുറച്ചുകൂടി മാന്യമായ അർത്ഥത്തിൽ പിന്നെ പെരുമാറണമെന്നും കുറച്ചുകൂടി വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം വിമർശനമെന്നും വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങൾ ഒഴിവാക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. എല്ലാ സംഘടനകളും ആ രീതിയിൽ പരിശീലനം കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇത് സംഘടനകളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു ബന്ധവുമില്ല. വമ്പിച്ച വിവേകപൂർണമായ വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്ന സംഘടനകളുടെ അനുയായികൾ പിന്നെ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതായിട്ട് പിന്നെ കാണുന്നുണ്ട്. മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയുമൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തിനാണ് കശാപ്പ് നിരോധനത്തെ നിങ്ങൾ എതിർക്കുന്നത്? ഈ കശാപ്പ് നിരോധനം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളൊരു നടപടിയല്ല. അത് ഇന്ത്യയിലെ 80% വരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഗോത്രവർഗ്ഗക്കാരും ഒക്കെ അടങ്ങിയിട്ടുള്ള ജനവിഭാഗത്തിൻ്റെ ഭക്ഷണശീലങ്ങളെ അധികാരം ഉപയോഗിച്ച് പിന്നെ മാറ്റാനുള്ളൊരു ശ്രമമാണ്. അത് ലോകത്തിലെ ഒരു രാജ്യത്തും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശ്രമം കൂടിയാണ് അത് എന്ന് പറയാം. അത് മറ്റ് മതങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് നമ്മൾ പെരുമാറണം എന്ന് പറയുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം പിന്നെ ആ അർത്ഥത്തിൽ ഞാൻ ഒരു മൃഗത്തെ ആരാധിക്കുന്നുവെങ്കിൽ എനിക്ക് ആ മൃഗത്തെ പരിപാലിക്കുകയും അതിനെ പരിപോഷിക്കുകയും അത് ചത്തൊടുങ്ങുന്നത് വരെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത ഈ വിശ്വസിക്കുന്ന ആൾക്കാണ്. അതേ അവസരത്തിൽ മറുഭാഗത്തുള്ള ആളുകൾ പിന്നെ അതേ മൃഗത്തെ തന്നെ അറുത്ത് തിന്നുന്നു എന്നുള്ളത് ലോകത്ത് മാനവരാശി വന്ന അന്ന് തൊട്ട് തന്നെയുള്ള സംഗതികളാണ്. അതിനെ ഇടപെടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ പിന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നതാണ് ഒന്നത്. രണ്ടാമത്തത് പിന്നെ ഈ ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഉത്തരവ് മൃഗങ്ങളോടുള്ള കാരുണ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സഹജീവികളോടുള്ള പ്രത്യേകമായ ദയാവായ്പിൻ്റെയോ ഒന്നും തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഉത്തരവിൽ ബാക്കി കന്നുകാലികളെ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത കന്നുകാലികളൊക്കെ കശാപ്പ് ചെയ്യാമെന്നും അവരുടെ മാംസം ഭക്ഷിക്കാമെന്നും പിന്നെ മറ്റ് ജീവിവർഗങ്ങളെ മുഴുവൻ ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വളരെ വിചിത്രമായ വൈരുദ്ധ്യം നിറഞ്ഞ
ഒരു ഒരു കൽപ്പനയാണത്. അതിനോട് പ്രതികരിക്കുമ്പോൾ അത് പ്രതികരിക്കുന്നത് മുസ്ലിങ്ങളുടെ മാത്രം ബാധ്യതയല്ല എന്നുകൂടി ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വരെ ഈ നടപടിക്കെതിരായിട്ടുള്ള മുറുമുറുപ്പുകളും അമർഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് മറ്റൊരു ജനവിഭാഗത്തിൻ്റെ പിന്നെ വിശ്വാസാചാരങ്ങളെ പ്രകോപിപ്പിക്കുക എന്നതുമായിട്ട് യാതൊരു ബന്ധമില്ല. വേറൊന്നുകൂടി ഉള്ളത്, ഇന്ത്യയിൽ പശു എന്ന് പറയുന്നത് ഹിന്ദുക്കളിൽ തന്നെ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിൻ്റെ പിന്നെ വിശുദ്ധ മൃഗമാണ്. അവർ പോലും വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ പശുവിനെ ആരാധിക്കുന്നതായിട്ട് പറയുന്നുള്ളൂ. ഇപ്പം പറയുന്നതൊക്കെ ഞങ്ങൾ ആരാധിക്കുന്ന ഒരു മൃഗമാണ് എന്ന് രാഷ്ട്രീയമായുള്ള താല്പര്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണമാണ്. പശുവിന് വേണ്ടി പ്രത്യേകമായിട്ട് ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ പിന്നെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ പശു എന്നുള്ളത് ഇവരുടെ ഒരു ആരാധനാമൂർത്തിയല്ല, അത് ഒരു കാർഷിക സമൂഹമായിട്ട് ബന്ധപ്പെട്ടത്. പഴയ കാലങ്ങളിലെ വേദകാലങ്ങളിൽ പശു ഇറച്ചി തിന്നതിനെ പറ്റി ധാരാളം പരാമർശങ്ങൾ ഉണ്ട്. ഇത് വളരെ വൈകിട്ടാണ് ഇവർ പിന്നെ പശു ഇറച്ചി തിന്നുന്നത് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ സംസ്കാരത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളും മറ്റു ജനവിഭാഗങ്ങളിൽ അടിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നത് എത്രമാത്രം തെറ്റാണോ അതാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ജൈനന്മാരായ ദിഗംബരന്മാർ അവർ വസ്ത്രം ധരിക്കാറില്ല. കാരണം വസ്ത്രം ധരിക്കുന്ന ഈ പരുത്തി തുണി തന്നെ ഒരുപാട് കൃമികീടങ്ങളൊക്കെ നശിപ്പിച്ചിട്ടാണ് വരുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളുമേ വസ്ത്രം ധരിക്കാതെ നടക്കണമെന്ന് ഒരു ജൈനന്മാരുടെ ഒരു ഗവൺമെൻറ് കൽപ്പിച്ചാൽ എത്രമാത്രം അപഹാസ്യമായിരിക്കുമോ അതേപോലുള്ള അപഹാസ്യത തന്നെ അതിലുള്ളത്. നരേന്ദ്രമോദി 2002 കലാപത്തിലെ സൂത്രധാരൻ, നിരവധി അത്തരം സംഭവങ്ങളിലെ സൂത്രധാരനായിട്ടുള്ള വ്യക്തി ഇന്ന് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ അംഗീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. എങ്കിൽ ചില മുസ്ലിം സംഘടനകൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോഴും സൗഹൃദം പങ്കുവെക്കുമ്പോഴും പലപ്പോഴും അങ്ങയുടെ സംഘടനയും താങ്കൾ ലേഖനത്തിൽ ഉൾപ്പെടെ അതിനെതിരെ പരസ്യമായി കളിയാക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ഓരം ചേർന്ന് പോവുകയല്ലേ വേണ്ടത്? നരേന്ദ്രമോദി പിന്നെ 2002 ഗുജറാത്ത് വംശഹത്യ, ഗുജറാത്ത് ജനസൈഡ് എന്നുള്ള പ്രയോഗം തന്നെയാണ് ഇപ്പോൾ അഖില ലോക അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. ആ വംശഹത്യക്ക് അദ്ദേഹം പിന്നെ ഭരണപരമായുള്ള സംരക്ഷണവും നൽകിയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അദ്ദേഹവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അതിൽ സജീവമായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ മന്ത്രിസഭയിലുള്ള പിന്നെ അംഗങ്ങൾ തന്നെ അതിൽ പങ്കെടുത്തതിൻ്റെ തെളിവുകളുണ്ട്. അവർ ജയിലിൽ കിടക്കുകയും ജയിലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പരോൾ കിട്ടിയിട്ട് പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2014 നരേന്ദ്രമോദി ഭരണഘടനാപരമായുള്ള അധികാരങ്ങളോടുകൂടി പ്രധാനമന്ത്രിയായി, അതൊരു സത്യമാണ്. പിന്നെ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി പിന്നെ മുസ്ലിങ്ങളാൽ മാത്രമല്ല ബാക്കി എല്ലാ ആളുകളും അംഗീകരിക്കുകയും വേണം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്കിഷ്ടമുള്ള ആളുകൾ തന്നെ അധികാരത്തിൽ വന്നുകൊള്ളണം എന്നില്ല, അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദിയായിട്ട് എപ്പോഴും പിന്നെ ഡയലോഗിനായിട്ട് പിന്നെ ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും സമൂഹങ്ങൾ, ഏതെങ്കിലും സമുദായങ്ങൾ ഇറങ്ങി പുറപ്പെടണമെന്നല്ല. മുസ്ലിങ്ങളെ വിഷയത്തിൽ മുസ്ലിം നേതാക്കന്മാർ ഈ വിഷയത്തിൽ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 2014 ശേഷം 3 യോഗങ്ങൾ ഈ വിഷയത്തിൽ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്, ആ മുസ്ലിം നേതാക്കന്മാരുടെ യോഗം. ആ യോഗത്തിലൊക്കെ തന്നെ പിന്നെ ഉയർന്നു വന്നിരുന്ന സമവായം എന്ന് പറയാവുന്നത് പിന്നെ മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് അദ്ദേഹത്തെ കാണണം എന്നാണ് പറഞ്ഞിരുന്നത്. ആ 3 യോഗത്തിൽ ഏറ്റവും അവസാനത്തെ യോഗം, 3ാമത്തെ യോഗം സംഘടിപ്പിച്ചിരുന്നത് മഹ്മൂദ് മദനിയായിരുന്നു. ജമിയത്തുൽ ഉലമാ ഹിന്ദിലെ ഒരു ഗ്രൂപ്പിൻ്റെ തലവനാണ് അദ്ദേഹമാണ് ആ യോഗം വിളിച്ചു കൂട്ടിയിരുന്നത്. അതിൽ വെച്ചെടുത്ത തീരുമാനം അത് തന്നെയായിരുന്നു. പിന്നെ നരേന്ദ്രമോദിയായിട്ട് ഒരു കളക്റ്റീവ് ബാർഗെയിൻ നടത്തുകയാണല്ലോ വേണ്ടത്. ജനാധിപത്യത്തിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഒരു തരം ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹമായിട്ട് വല നിലക്കും സംവാദം നടത്തുകയാണെങ്കിൽ ഒന്നിച്ച് വേണമെന്നായിരുന്നു. അത് ലംഘിച്ചുകൊണ്ട് ഒരു കോൺസെൻസസ് ഉണ്ടാക്കിയിട്ട് ആ കോൺസെൻസസ് ലംഘിച്ചുകൊണ്ടാണ് മഹ്മൂദ് മദനിയും പിന്നെ അതേപോലുള്ള ആളുകളും അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. അദ്ദേഹം ക്ഷണിച്ചു എന്നുള്ളതിൻ്റെ സൂചനകളൊന്നുമില്ല. അത് അങ്ങനെ ഒരു മീറ്റിംഗ്, പിന്നെ യോഗം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ദോവൽ ആണ് എന്ന് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തിട്ട് വേറെ പല വിഭാഗങ്ങളായിട്ട് പിന്നെ ഉദാഹരണത്തിന് സൂഫി കോൺഫറൻസ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതിൽ നരേന്ദ്രമോദി കാര്യമായിട്ട്
അതിനായിട്ട് പ്രത്യേകം തയ്ച്ചെടുത്ത കുപ്പായൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പിന്നെ ആത്മീയതയെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അതൊക്കെ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒരു വിഭാഗത്തെ പലതും കാണിച്ചിട്ട് പല പ്രലോഭനങ്ങളും കാണിച്ചിട്ട് അത് ചിലപ്പോൾ സ്കൂൾ നടത്തേണ്ടതിനുള്ള സ്ഥലം കൊടുക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് അത് അന്തിമമായി വിശകലനം ചെയ്യുമ്പോൾ മുസ്ലിം സമൂഹത്തിന് കൂടുതൽ നഷ്ടം വരുത്തുകയുള്ളൂ. അതാണ് മഹമ്മൂദ് മദനിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ആ മൂന്നാമത്തെ യോഗത്തിലെടുത്ത തീരുമാനം ലംഘിച്ചുകൊണ്ട് പിന്നെ മോദിയെ കാണാൻ പോയപ്പോൾ അതിൽ പ്രതിഷേധം ഉയർന്നത്. മാത്രമല്ല ആ മീറ്റിംഗ് കൊണ്ട് എന്തെങ്കിലും അത്ഭുതകരമായുള്ള നേട്ടങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ടായി എന്ന് കാണാനും പറ്റുന്നില്ല. അത്തരത്തിൽ പിന്നെ മോദി ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ, മോദി ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ പറ്റാൻ വേണ്ടിയുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഡയലോഗ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണെന്ന് മാത്രമല്ല, അത് അവരെ കൂടുതൽ ശിഥിലമാക്കുകയുള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത്. ഞാൻ പ്രത്യേകിച്ചും സംഘടനയും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന മെമ്മറാണ്ടം എന്ന് പറഞ്ഞാൽ പഴയ കഞ്ഞിവെള്ളം പോലെയുള്ള ഒരു മെമ്മറാണ്ടമായിരുന്നു. ആ മെമ്മറാണ്ടം തന്നെ പിന്നീട് പിന്നെ ഇവരുടെ ഇൻഫർമേഷൻ ബ്യൂറോ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അതാണ് ആ വിഷയത്തിലുണ്ടായത്. മഞ്ചേരിയിലെ സത്യസരണയിൽ നിർബന്ധിതമായ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ള വാർത്തകൾ ധാരാളമായി പുറത്തു വരുന്നു. എന്താണ് താങ്കളുടെ നിലപാട്? മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണി മിക്കവാറും ഒരു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെൻറ്റർ മാത്രമാണ്. അവിടേക്ക് ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിന് കേരളത്തിൽ അതേപോലെയുള്ള പല ഏജൻസികളുണ്ട്. അതേപോലെയുള്ള ഒരു സ്ഥാപനമാണ് സത്യസരണി. അത് പിന്നെ ആളുകൾ വന്നാൽ അവരെ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. എന്താണ് ഇസ്ലാം എന്ന് അറിയാനുള്ള കൗതുകത്തിന് വരുന്ന ആളുകൾ, ചിലരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നവർ, ചിലർ അതിൻ്റെ ആരാധനാമുറകൾ എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള പരിശീലനം, അത്തരത്തിലുള്ള അറിവും പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി വളരെ വളരെ നിയമവിധേയമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സത്യസരണി. സത്യസരണിയുടെ ചരിത്രത്തിൽ ഇതുവരെയും നിർബന്ധമായിട്ട് പിന്നെ ആളുകളെ ബലം പ്രയോഗിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവവും ഉണ്ടാവുന്നില്ല. പക്ഷേ സത്യസരണിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ അസ്വസ്ഥഭരിതരാവുന്നവർ സ്വന്തം മതത്തിൽ ആത്മവിശ്വാസം കുറഞ്ഞ ആളുകളാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. സ്വന്തം മതത്തിൻ്റെ യുക്തിബോധത്തിലോ സ്വന്തം മതത്തിൻ്റെ പിന്നെ പ്രത്യയശാസ്ത്രപരമായുള്ള വിശദീകരണങ്ങളിലോ ഒന്നും വേണ്ടത്ര വിജയിക്കാത്ത വിഭാഗങ്ങൾ മറ്റു മതങ്ങളിലേക്ക് മാറുമ്പോൾ അവർ വളരെ പെട്ടെന്ന് പ്രക്ഷുബ്ധരാകും. അത് ഒരു ആധുനിക നാഗരിക സമൂഹത്തിൽ അതിൽ പ്രക്ഷുബ്ധരാവാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സത്യസരണിയിലേക്ക് ആളുകൾ വരുന്നതിനെ തടയുന്നതിന് ഇവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സത്യസരണി ഇതേപോലെയുള്ള നിർബന്ധ മതപരിവർത്തനം നടത്തുന്നു. ആളുകളെ ഫലമായിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇസ്ലാമിൽ ചേർക്കുന്നു. പിന്നെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങ് യമനിലുള്ള ദമ്മാജിലേക്കും അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മറ്റു സ്ഥലങ്ങളിലേക്കുമൊക്കെ അവിടെയുള്ള പോരാളികൾക്ക് ലൈംഗിക വൃത്തി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അയക്കുന്നു എന്നുള്ള ശുദ്ധ അസംബന്ധം, നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ള പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തടയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിനൊക്കെ വരാനുള്ള കാരണം അവരുടെ ആത്മവിശ്വാസ കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യയിൽ പല ആളുകളും പല മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു യുവാക്കളുടെ കൂടെ പോകുന്നു, ക്രിസ്ത്യൻ യുവാക്കളുടെ കൂടെ പോകുന്നു, ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഹിന്ദുക്കളുടെ കൂടെ പോകുന്നു, മുസ്ലിങ്ങളുടെ കൂടെ പോകുന്നു എന്നുള്ളത് ഇന്ത്യയിൽ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു വയലൻ്റ് ആക്ടിവിറ്റി ആയിട്ട് പരിഗണിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ മതത്തിലോ പ്രത്യയശാസ്ത്രത്തിലോ അവർക്ക് വേണ്ടത്ര വിശ്വാസമില്ലാത്തവരാണ് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. അത് ഈ വിഷയത്തിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ആതിര എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ വലിയ വിവാദമായുള്ള ചെർപ്പുളശ്ശേരിയിൽ വന്നൊരു പെൺകുട്ടി, അവർ ഇസ്ലാം സ്വീകരിക്കുന്നത് അവരുടെ സഹപാഠികളുമായിട്ടോ ബാക്കിയുള്ള ആളുകളായിട്ടോ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷേ അവരെ പിന്നെ ഇതേമാതിരി വലിയ ഹൊറർ സ്റ്റോറീസ് പിന്നെ അഫിഡവിറ്റുകളിലൊക്കെ കൊടുത്തിട്ട് അവരുടെ രക്ഷിതാക്കളുടെ കൂടെ അച്ഛനമ്മമാരുടെ കൂടെ അയച്ചിട്ട് ആതിര ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എത്രമാത്രം ശരിയാണോ എന്നറിയില്ല, ഞാൻ മനസ്സിലാക്കുന്നത് RSSകാർ നടത്തുന്ന ഒരു പീഡന കേന്ദ്രത്തിൽ വധനസ്ഥയാണ് എന്ന് പറയുന്നു.
അതിൽ ആർക്കും ഒരു പരിഭ്രമം ഉണ്ടാവില്ല, അതിൽ ഹേബിയസ് കോർപ്പസ് വരില്ല, അതിൽ പൗരാവകാശങ്ങൾ ഉണ്ടാവില്ല. അതിൻ്റെ പിന്നിലുള്ളൊരു രാഷ്ട്രീയം, അതിൻ്റെ പിന്നിലുള്ള സങ്കുചിതമായൊരു മത താല്പര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്.